നമസ്കാരം. ഇന്ത്യയെ തകർക്കാനോ മോദിയെ തകർക്കാനോ ഒരു ഖലിസ്ഥാൻ തീവ്രവാദിക്കും ആകില്ല. അത്തരം ഒരു പ്ലാനും ഇന്ത്യയുടെ അടുത്ത് ചെലവാകില്ല. അതിന് എത്ര തന്നെ വലിയ ഖലിസ്ഥാൻ നേതാവായാലും മോദി എന്ന വൻമരത്തിൻ്റെ 7 അയലത്ത് പോലും ഗുർബന്തർ സിംഗ് പന്നുവിനോ പന്നുവിൻ്റെ കൂട്ടാളികൾക്കോ എത്താനാകില്ല. നരേന്ദ്രമോദി ഒന്ന് ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് സാധിച്ചേ തിരിച്ചു വരൂ. അതാണ് മോദിയുടെ കാനഡ സന്ദർശനത്തിലൂടെ വീണ്ടും തെളിയിച്ചിരിക്കുന്നത്. മോദിയുടെ കാനഡയിലേക്കുള്ള വരവറിഞ്ഞ ഖലിസ്ഥാനികൾക്ക് തീരെ അങ്ങ് പിടിച്ചില്ല. പിന്നെ അങ്ങ് പ്രതിഷേധം ആളിക്കത്തിക്കൽ എന്ന നയവുമായി ഇറങ്ങി. അതായത് 51ാമത് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കാനഡയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ട് ഖലിസ്ഥാൻ തീവ്രവാദികൾ ആൽബർട്ടയിലെ കനാസ്കിൽ ഒത്തുകൂടി പതിയിരുന്ന് പ്രതിഷേധം നടത്തി. സൈപ്രസ്, കാനഡ, ക്രൊയേഷ്യ എന്നിവ ഉൾപ്പെടെ 3 ദിവസത്തെ രാഷ്ട്ര പര്യടനത്തിലാണ് പ്രധാനമന്ത്രി മോദി എത്തിയത്. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിനായി അദ്ദേഹം കാനഡയിൽ എത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിനെതിരെ ഖലിസ്ഥാൻ തീവ്രവാദികൾ ആക്രമണം നടത്തിയത്. മോദി കാനഡയിൽ എത്തുന്നുവെന്ന വാർത്ത വന്നതിന് പിന്നാലെ അദ്ദേഹത്തിനെ എതിർക്കാനുള്ള ക്യാമ്പയിൻ ഖലിസ്ഥാൻ തീവ്രവാദി ആഹ്വാനം നടത്തുകയായിരുന്നു. അമേരിക്കയിൽ പൗരത്വത്തോടെ താമസിക്കുന്ന ഖലിസ്ഥാൻ തീവ്രവാദി നേതാവ് ഗുർബന്തർ സിംഗ് പന്നുവാണ് മോദിയുടെ രാഷ്ട്രീയത്തെ അംബുഷ് എന്ന് വിളിച്ച് പ്രതിഷേധിക്കുവാൻ ആഹ്വാനം നടത്തിയത്. മോദിയുടെ വരവിന് മുന്നോടിയായി ഖലിസ്ഥാൻ വിഘടനവാദികൾ കാൽഗറിൽ ഒരു പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു. ഇത് രൂക്ഷമായ പ്രതികരണങ്ങൾക്കും കാരണമായി. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയോട് മോദി രാഷ്ട്രീയത്തെ കൊല്ലാൻ ആഹ്വാനം ചെയ്തുകൊണ്ടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ കൊല്ലാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുമാണ് പ്രതിഷേധക്കാർ തീവ്രമായി മോദി വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തിയ വീഡിയോയും പുറത്തുവന്നിരുന്നു. More of a businessman than a Canadian Prime Minister upholding Canadian values. For giving pro-Khalistan Sikhs a historic opportunity. An opportunity to ambush Modi's politics right in front of G7 nations during G7 from June 16th to June 17th. Six for Justice is going to launch 48 hours ambush Modi politics from landing to take off. പഞ്ചാബിൽ ഖലിസ്ഥാൻ വാദം ഉന്നയിക്കുന്ന സിഖ് ഫോർ ജസ്റ്റിസ് എന്ന തീവ്രവാദ സംഘടനയുടെ സ്ഥാപകനാണ്. ഇന്ത്യയിലെ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കാൻ ആരോപിച്ച് 2020 ജൂലൈയിൽ പന്നുവിനെതിരെ ഇന്ത്യയിൽ UAPA ചുമത്തി അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ചിരുന്നു. ഇന്ത്യയിൽ നിരോധിത സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് പ്രധാനമന്ത്രി മോദിയുടെ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ സജീവമായി ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഖലിസ്ഥാൻ പ്രതിഷേധങ്ങൾക്കിടയിലും G7 ഉച്ചകോടിക്കിടെ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരുവരും തമ്മിൽ ചർച്ചയിൽ ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കുവാനും കൂടുതൽ ദൃഢമാക്കാനുമുള്ള തീരുമാനമെടുത്തു. ഇന്ത്യ കാനഡ ബന്ധം വളരെ പ്രധാനമാണെന്നും ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയും കാനഡയും ജനാധിപത്യത്തിലും സ്വാതന്ത്ര്യത്തിലും നിയമവാഴ്ചയിലും ശക്തമായ വിശ്വാസത്താൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ കാനഡ സൗഹൃദത്തിന് ആക്കം കൂട്ടുന്നതിനായി അടുത്ത് പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രി കാർണിയും മോദിയും ആഗ്രഹിക്കുന്നു. വ്യാപാരം, ഊർജം, ബഹിരാകാശം, ശുദ്ധമായ ഊർജം, നിർണായക ധാതുക്കൾ, വളങ്ങൾ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആതിഥ്യം വഹിക്കാൻ കഴിഞ്ഞത് വലിയ ബഹുമതിയാണെന്നും മോദിയെ G7 ഉച്ചകോടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പ്രകടിപ്പിച്ചു. അന്താരാഷ്ട്ര സമൂഹം നേരിടുന്ന വിശാലമായ ആഗോള വെല്ലുവിളികളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യുകയും സാങ്കേതികവിദ്യ, സുരക്ഷ, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന മേഖലകൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ചർച്ച ചെയ്തിരുന്നു.